മോഹൻലാലിൻ്റെ അമ്മയാകുമ്പോൾ യഥാർത്ഥത്തിൽ മോഹൻലാൽ എത്തിയിരിക്കുന്നു. മോഹൻലാലിൻ്റെ അമ്മയാകുമ്പോൾ യഥാർത്ഥ അമ്മ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായും അമ്മയും മകനും എന്ന ആ സമ്മേളനം അതൊരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. അങ്ങനെ മോഹൻലാൽ കവിയൂർ പൊന്നമ്മയെ അവസാനമായി കാണാനായി എത്തിയിരിക്കുന്നു. അതാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശനം കളമശ്ശേരിയിൽ പുരോഗമിക്കുകയാണ്. കളമശ്ശേരി ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ കലാലോകത്തെ പരിച്ഛേദം തന്നെയാണ് അവിടെ ഉള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള നടന്മാർ, രഞ്ജി പണിക്കർ, സിദ്ദിഖ്, വിനു മോഹൻ അടക്കം ന്യൂ ജനറേഷനിലെ നായകന്മാരടക്കമുള്ളവരൊക്കെ അവിടേക്ക് എത്തുന്നു. കുഞ്ചൻ അടക്കമുള്ള നടന്മാരുണ്ട് അവിടെ. എന്തായിരുന്നാലും നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ പ്രാധാന്യം തന്നെയാണ് നൽകിക്കൊടുക്കുന്നത്. കീർത്തി, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അമ്മയും മകനും എന്ന ഈ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ ജീവിച്ചിരുന്ന ഒന്നാണ് മോഹൻലാലും കവിയൂർ പൊന്നമ്മയും. ആ മോഹൻലാലാണ് അവസാനമായി കവിയൂർ പൊന്നമ്മയെ കാണാനായി എത്തിയത്. അതൊരു പക്ഷേ മറ്റ് നടന്മാർക്കൊക്കെ അത്തരത്തിൽ അമ്മ സാന്നിധ്യം തന്നെയാണെങ്കിൽ പോലും മോഹൻലാലിൻ്റേതൊരു പ്രത്യേക രീതിയിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് അമ്മ മകൻ രീതിയിൽ അഭിനയം കാഴ്ചവെച്ചവരാണ് അവർ. ഇപ്പോൾ മോഹൻലാൽ അവസാനമായി കാണാനെത്തിയപ്പോൾ തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഏറെ വൈകാരിക നിമിഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അമ്മ മകൻ ബന്ധം അത് വെള്ളിത്തിരയിൽ യാഥാർത്ഥ്യമാക്കി തന്നെ അത്രയും നമുക്ക് യാഥാർത്ഥ്യത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് ജീവിച്ചഭിനയിച്ചവർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എത്രയോ അധികം സിനിമകളാണ് മോഹൻലാലും കവിയൂർ പൊന്നമ്മയും ഒരു അമ്മ മകൻ വേഷത്തിലെത്തിയ നിരവധി ചിത്രങ്ങളാണ് ഇവർ അഭിനയിച്ചിരിക്കുന്നത്. അത്രയും ആത്മബന്ധം ഈ നടൻ മോഹൻലാലിന് കവിയൂർ പൊന്നമ്മയുമായുണ്ട്. അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മയെ അവസാനമായൊരു നോക്ക് കാണാൻ ആദരാഞ്ജലി അർപ്പിക്കാനായി അല്പസമയം മുൻപാണ് മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മോഹൻലാൽ മാത്രമല്ല, മറ്റ് നിരവധി താരങ്ങൾ, പുതുതലമുറയിലെ താരങ്ങൾ കൂടി കവിയൂർ പൊന്നമ്മ ഇവിടെ കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് ചിലപ്പോൾ അമ്മവേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടില്ലായിരിക്കാം, മറ്റ് ഏതെങ്കിലും ആ ഒരു സിനിമയിൽ മറ്റേതെങ്കിലും കഥാപാത്രങ്ങളായിട്ടായിരിക്കാം അഭിനയിച്ചിട്ടുണ്ടാവുക. എങ്കിൽ പോലും അത്രയും വാത്സല്യം നിറഞ്ഞ പെരുമാറ്റം, അത്രയും സൗമ്യമായ പെരുമാറ്റമാണ് കവിയൂർ പൊന്നമ്മയുടേത്. അത് നിരവധി മറ്റ് സിനിമയ്ക്കപ്പുറമുള്ള മറ്റ് നിരവധി ഷോകളിലൊക്കെ അത്രയും സൗമ്യമായൊരു പെരുമാറ്റം, വാത്സല്യം നിറഞ്ഞ ശബ്ദ മാധുര്യം, ഗായിക കൂടിയാണ് കവിയൂർ പൊന്നമ്മ. നേരത്തെ പറഞ്ഞിരുന്നു, നാടകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മയുടെ തുടക്കം. ആ ഒരു സമയത്ത് നാടകത്തിൽ ഗായികയായാണ് കവിയൂർ പൊന്നമ്മ വരുന്നത്. പിന്നീടാണ് KPSCയിലൊക്കെ വരുന്നത്. ആ ഒരു സമയത്ത് നടത്തുന്ന ആ ഒരു ഗായിക കൂടി ആയതുകൊണ്ട് അത്രയും മാധുര്യം നിറഞ്ഞ ആ ഒരു ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ സിനിമയിലും കവിയൂർ പൊന്നമ്മയുടെ വേഷം എന്ന് പറയുന്നത് അത്രയും നന്മയുള്ള ഒരു ദുഷ്ട കഥാപാത്രമായുള്ള ഒരു നമുക്ക് അങ്ങനത്തെ ഒരു ചിത്രമൊന്നും തന്നെ അധികം കാണാൻ സാധിക്കില്ല. ഇത്രയും വേഷപ്പകർച്ച നിരവധി സിനിമകൾ, നിർമ്മാല്യം പോലുള്ള നിരവധി സിനിമകൾ മറ്റ് വ്യത്യസ്തമാർന്ന വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വാത്സല്യം നിറഞ്ഞ ഒരു അമ്മ എന്ന ഒരു കഥാപാത്രം മാത്രമാണ് എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത്. മലയാളത്തിൻ്റെ പൊന്നമ്മ തന്നെയാണ്, മലയാള സിനിമയുടെ പൊന്നമ്മ തന്നെയാണ്. ഈ ഒരു വിയോഗം, കവിയൂർ പൊന്നമ്മയുടെ വിയോഗം, അത് സിനിമാ ലോകത്തിന് വലിയൊരു തിരാനഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത് താരങ്ങൾക്കും വലിയൊരു നഷ്ടമാണ്. അവർക്ക് അത്രയും ആത്മബന്ധം സൂക്ഷിച്ച ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ കണ്ട കവിയൂർ പൊന്നമ്മയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അത് മോഹൻലാൽ, മമ്മൂട്ടി മാത്രമല്ല, മറ്റ് ആ ഒരു കാലഘട്ടത്തിലെ പ്രമുഖർ മാത്രമല്ല, പുതുതലമുറയിലുള്ളവർക്ക് പോലും അവർക്കൊരു പാഠമാണ്. അവർ മാതൃകയാക്കിയ ഒരു കഥാപാത്രങ്ങളിൽ ഒരാൾ തന്നെയാണ് കവിയൂർ പൊന്നമ്മ. 700-ൽ പരം ചിത്രങ്ങളിലാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടിരിക്കുന്നത്. വ്യത്യസ്തമാർന്ന വേഷപ്പകർച്ചകൾ, നിരവധി സിനിമകളിൽ അമ്മ വേഷമാണെങ്കിൽ പോലും അതിൽ പോലും വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് അഭിനയിച്ച നടി തന്നെയാണ്. ആ നടിയുടെ വിയോഗം അത് നികത്താനാകാത്തതാണ്. എന്തായാലും പൊതുദർശനം ഇവിടെ പുരോഗമിക്കുകയാണ്. മോഹൻലാൽ എത്തിച്ചേർന്നിട്ടുണ്ട്, മമ്മൂട്ടി കുറച്ചധികം സമയമായി മമ്മൂട്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, മന്ത്രി P. രാജീവ്
നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. മന്ത്രി പി രാജു പറഞ്ഞത് ഇത് മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ്. അമ്മ എന്ന് തന്നെയാണ് കവിയൂർ പൊന്നമ്മയെ എല്ലാവരും ഉച്ചരിക്കുന്നതും കവിയൂർ പൊന്നമ്മയെ ഓർക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ പുതുതലമുറയിലുള്ളവർ ആണെങ്കിൽ പോലും അമ്മ എന്ന് മാത്രമാണ് ഓർക്കുന്നത്. ഇവർ മറ്റെന്ത് വേഷം മറ്റേത് കഥാപാത്രങ്ങൾ ചെയ്തിരുന്നാൽ പോലും കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ അത് വാത്സല്യം നിറഞ്ഞ ഏറെ മാധുര്യ ശബ്ദമുള്ള ആ അമ്മയെ തന്നെയാണ് ഓർക്കുന്നത്. അമ്മയെ ഒരു നോക്ക് കാണാൻ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 12 മണി വരെയാണ് പൊതുദർശനം നടക്കുക. അതിന് ശേഷമായിരിക്കും കിളുമാരൂരിലെ സഹോദരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വീട്ടുവളപ്പിൽ 4 മണിയോടുകൂടിയായിരിക്കും അവിടെ സംസ്കാരം നടക്കുക. അജീബ് ഷാ. തീർച്ചയായും മലയാളത്തിൻ്റെ അമ്മ നിറവ് തന്നെയാണ്. നിറഞ്ഞ ഒരു അമ്മ സാന്നിധ്യമായിരുന്നു വെള്ളിത്തിരയിൽ. അതാണ് നഷ്ടമായിരിക്കുന്നത്. തീരാ നഷ്ടമായി തന്നെയാണ് മലയാള സിനിമയ്ക്ക് അത് ഉദ്യോഗുന്നത്. കീർത്തി, ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടിയുള്ള ആദരം പി രാജീവാണ് സമർപ്പിച്ചത്. ഇനി ഇതുവരെ നീളും കളമശ്ശേരിയിലെ പൊതുദർശനം? എപ്പോഴായിരിക്കും ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക? അജിംഷാദ് 12 മണി വരെയാണ് കളമശ്ശേരിയിലെ ടൗൺ ഹാളിൽ ഇപ്പോൾ ഇവിടെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രമുഖരെല്ലാവരും തന്നെ താരങ്ങളെല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും മറ്റ് താരങ്ങൾ അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മയെ അവസാനമായൊരു നോക്ക് കാണാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ ഇവിടെ വന്ന് കാണാം. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഒപ്പം തന്നെ ഈ പ്രദേശത്തൊക്കെ ഉള്ളവർ, ഏതെങ്കിലും തരത്തിൽ കവിയൂർ പൊന്നമ്മയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടുപ്പമുള്ളവരൊക്കെ തന്നെ അവരെ കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളവർ ഒന്ന് നേരിൽ കാണാനായി ചിലപ്പോൾ അവർക്ക് ഈ ഒരു സന്ദർഭമായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കവിയൂർ പൊന്നമ്മയെ അങ്ങനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നവർ നിരവധിയാണ്. അങ്ങനെ ആളുകൾ ഓരോ നിമിഷവും കവിയൂർ പൊന്നമ്മയെ കാണാനായും അന്ത്യാഞ്ജലി അർപ്പിക്കാനായും എത്തുന്നവർ നിരവധിയാണ്. 12 മണി വരെയാണ് ഇവിടെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെ കൽമാരൂരിലെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയായിരിക്കും സംസ്കാര പൊതുദർശനത്തിൻ്റെ തത്സമയ സംരക്ഷണവും വിവരങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.